നഗരസഭാ ബജറ്റ് പയ്യന്നൂരിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ വാർഷികാഘോഷമാണെന്ന് UDF കൗൺസിലർമാർ. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മിക്ക പദ്ധതിയും പൂർത്തീകരിച്ചിട്ടില്ല. 2020 മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത 44 പാവപ്പെട്ട കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന ലൈഫ് മിഷൻ ഭവന പദ്ധതി തുടങ്ങിയിടത്തു തന്നെ നിൽക്കുകയാണെന്നും പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തുന്നു. വർഷത്തെ ബഡ്ജറ്റ് ഒരു കാൽനൂറ്റാണ്ട് കാലമായി പയ്യന്നൂർ അനുഭവിച്ചു വരുന്ന വികസനത്തിൻ്റെ മുരടിപ്പും വികസന രംഗത്തെ സ്തംഭനാവസ്ഥയും ഇനിയും അങ്ങോട്ട് തുടരുമെന്നതിൻ്റെ സൂചനയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമായാലും അതുപോലെ ടൗൺ ഹാളിൻ്റെ കാര്യമായാലും സ്റ്റേഡിയത്തിൻ്റെ കാര്യമായാലും ജനങ്ങൾ കുറേ വർഷങ്ങളായി കാത്തിരിക്കുന്ന അവരുടെ പാർപ്പിടത്തിൻ്റെ കാര്യം, ലൈഫ് മിഷൻ്റെ കാര്യമായാലും അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുകൾ പറയാൻ, അതെന്ന് ആരംഭിക്കും, എന്ന് പൂർത്തീകരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വികസന മുരടിപ്പിന് ആണ് ഇവിടെ തുടരുന്നത്. ഇതിനെതിരെ തീർച്ചയായിട്ടും ജനരോഷം ഉയർന്നു വരും. ഇവരെ തിരുത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം കൂടി അതിന് പുതിയ ബസ് സ്റ്റാൻഡ് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്, അതിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഈ 4 വർഷം മുമ്പാണ് അന്നത്തെ മന്ത്രി, സ്പോർട്സ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം. അതും ഇവിടെ എത്തി നിൽക്കുന്നില്ല. അതുപോലെ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഘോഷമംഗള നഗരപ്പുറത്തേക്ക് ആത്മാർത്ഥമായൊരു സമീപനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചു കാണുന്നില്ല. നാരങ്ങാത്തോടിൻ്റെ ഏറ്റവും വലിയ ഒരു മലിനീകരണ പ്രശ്നമാണ് നമ്മുടെ പയ്യന്നൂർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മലിനീകരണ പ്രശ്നത്തിനുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ നാരങ്ങാത്തോടിൻ്റെ പ്രശ്നം ഇന്നത്തെ ബജറ്റിൽ എവിടെയും പൊളിച്ചു കാണുന്നില്ല. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, നമ്മുടെ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു വരി പോലും, ഒരു പരാമർശം പോലും ബജറ്റിലില്ല. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകളിലെ ഒരു വികലത നമുക്ക് തീർച്ചയായും ഈ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ടൂറിസം, അതുപോലെ വിവാദ ഒരു പ്രശ്നമായി ഉയർന്നു വന്ന ജൈവഗ്രാമത്തിന് 30 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നല്ലാതെ കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രാവർത്തികമായി ഉള്ള സമീപനം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വികസന സ്തംഭനം വർഷങ്ങളോളം തുടരുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ ഞങ്ങൾ പൂർണ്ണമായി എതിർക്കുകയാണ്, തള്ളുകയാണ്. അതുപോലെ ജൈവഗ്രാമം പദ്ധതിക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സ്റ്റേഡിയം വേണം, ടൗൺ ഹാൾ വേണം. നമുക്ക് ലൈഫ് മിഷൻ പദ്ധതി അടിയന്തരമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്കുള്ള പാർപ്പിട സൗകര്യം ഒരുക്കണം. ഇതെല്ലാം അടിയന്തര ശ്രദ്ധ അറിയിക്കുന്ന മേഖലകളാണ്. അതിനൊന്നും ആവശ്യമായ രീതിയിലുള്ള പരിഗണന കിട്ടിക്കാണുന്നില്ല.